ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ PSC പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ 5 മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തിയാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്തപ്പെടാനായിട്ട് കഴിയുകയില്ല. എന്തെല്ലാം തെറ്റുകളാണ് പലപ്പോഴും അല്ലെ ഒരുപാട് പേര് നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും കിട്ടാത്തത് എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഈ 5 മിസ്റ്റേക്കുകളിൽ ഏതെങ്കിലും ഒക്കെ വരുത്തുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ, ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് എന്ത് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് വ്യക്തമായ ഒരു പ്ലാനിങ് ഇല്ലാതെയുള്ള പഠനമാണ് നിങ്ങളുടേതെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഒരു സക്സസിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുകയില്ല അല്ലെ. നമുക്ക് ഒരു ടൈം ടേബിൾ ഇല്ല, ടാർഗറ്റ് ഇല്ല, ഇങ്ങനെ ഇല്ലാത്ത ഒരു പഠനം എന്ന് പറയുന്നത് അത് എവിടെയും എത്തിച്ചേരാതെ അവസാനിക്കും എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായി നമ്മളൊരു എക്സാമിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ എക്സാം ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ആ സിലബസ് എന്താണ്, എത്ര മാർക്ക് വീതമാണ് ഓരോ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് കറക്റ്റായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ടൈം മാനേജ് ചെയ്ത് തന്നെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എവിടെ എത്താൻ പറ്റില്ല. നമ്മൾ വലിച്ചു വാരി ഇങ്ങനെ പഠിക്കുക എന്നുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ. ആൻഡ് ദെൻ ഒരു ടാർഗറ്റ് വേണം. നമുക്ക് ഇപ്പം ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഈ ഒരു ഭാഗം കവർ ചെയ്തിരിക്കണം, ആൻഡ് ദെൻ സെക്കൻഡ് വീക്കിൽ ഇതായിരിക്കണം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഓരോ ദിവസവും കഴിയുമ്പോൾ എന്തൊക്കെ നേടിയെടുത്തിരിക്കണം, എന്തൊക്കെ കവർ ചെയ്തിരിക്കണം എന്നുള്ളൊരു ഐഡിയയോട് കൂടി തന്നെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. ആൻഡ് ദെൻ നമുക്ക് എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ? നിങ്ങൾക്ക് അങ്ങനെ പ്രോപ്പർ ഒരു പ്ലാനിങ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് കഴിയും? നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഡെയിലി തന്നെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഒരു ദിവസം എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റുകളും വ്യക്തമായി പഠിച്ചു മാറേണ്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒരു വ്യക്തത വരുത്തുക, കൃത്യമായി ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ ആ ഒരു ഫസ്റ്റ് മിസ്റ്റേക്കിനെ നിങ്ങൾക്ക് ഓവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് കേട്ടോ. ഇനി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്? സിലബസ് അറിഞ്ഞ് പഠിക്കുക, ആവശ്യമുള്ളത് മാത്രം പ്രോപ്പർ ആയിട്ടുള്ള ടൈം ടേബിൾ വെച്ച് ആ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്തിനെ ആസ്പദമാക്കി ആയിരിക്കണം? ടൈം ടേബിളിനെ ആസ്പദമാക്കി ആയിരിക്കണം. അതായത് ആ ഒരു നമ്മൾ സിലബസിനെ ആസ്പദമാക്കി ആ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ പഠന സമയങ്ങളിൽ നമ്മളിലേക്ക് എത്തരുത് അല്ലേ. നമ്മൾ കൈ കാണുന്ന എല്ലാം പഠിക്കുക എന്നുള്ള സിസ്റ്റം ഒഴിവാക്കണം. കറക്റ്റ് സിലബസ് അറിഞ്ഞ് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അതില്ലാത്ത പക്ഷം, ഒരു ടൈം ടേബിളോ ഒരു സ്റ്റഡി പ്ലാനോ ഇല്ലാത്ത പക്ഷം നമുക്ക് വിജയം നേടാനായിട്ട് ഒരു കാരണവശാലും കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുക. ആൻഡ് ദെൻ രണ്ടാമത് ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. റിവിഷൻ ഇല്ല. അതായത് ഞാൻ പഠിക്കുന്നുണ്ട്, നിരന്തരമായി പഠിക്കുന്നുണ്ട്, ഡെയിലി ഞാൻ ടൈം കണ്ടെത്തി പഠിക്കുന്നുണ്ട്, പക്ഷേ പഠിക്കുന്ന ഒരു കാര്യം പോലും ഞാൻ ഒരു ദിവസവും റിവിഷൻ ചെയ്യുന്നില്ല എന്നുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ പഠിച്ച് മാറ്റുക എന്നുള്ളതല്ല ലക്ഷ്യം. പഠിക്കുന്ന കാര്യങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അത് ഓർമ്മയിലേക്ക് വരണം. നമ്മൾ പഠിച്ചിരുന്നു എന്നോർക്കുകയല്ല വേണ്ടുന്നത്, ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താവശ്യമാണ്? റിവിഷൻ വളരെ അത്യാവശ്യമാണ്. റിവിഷൻ നമുക്ക് എന്ത് ചെയ്യാം? 137 റിവിഷൻ റൂൾ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. ആദ്യ ദിവസത്തെ പഠനങ്ങൾക്ക് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് പഠിക്കാം. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ, സെയിം ആ ഒരു മെറ്റീരിയൽ നമ്മൾ പഠിക്കാനെടുത്ത് എന്താണോ അതിനെ 3 ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് വീണ്ടും എന്താണ് 7 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 8ാമത്തെ ദിവസം. ഓക്കെ, 2ാമത്തെ ദിവസം, 4ാമത്തെ ദിവസം, 8ാമത്തെ ദിവസം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തിന് ശേഷം പിന്നീട് 3 ദിവസത്തിന് ശേഷം പിന്നീട് 7 ദിവസത്തിന് ശേഷം എന്ന രീതിയിൽ ഈ റൂൾ പ്രയോഗിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ മറക്കത്തില്ല. പഠിച്ച കാര്യങ്ങൾ അവിടെ കാണും. നമ്മൾ എത്ര പുതിയ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും ഫിക്സഡ് ആയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളെ ഓർത്തെടുക്കാനായിട്ട് കഴിയും. ആൻഡ് ദെൻ ഈ ആദ്യ ദിവസങ്ങളിൽ റിവിഷൻ ചെയ്യാൻ എടുക്കുന്നതിന്റെ വളരെ കുറച്ച് സമയം മാത്രം മതി. നമുക്ക് എന്താണ് 3 ദിവസങ്ങൾക്ക് ശേഷമുള്ള റിവിഷൻ, 7 ദിവസങ്ങൾക്ക് ശേഷമുള്ള റിവിഷൻ എന്ന് പറയുന്നത് ഒരു 10 അല്ലെങ്കിൽ 15 മുതൽ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ പഠിച്ച കാര്യത്തിനെ ഒന്ന് ഓടിച്ചു നോക്കുകയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താണ് വലിയ ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, പക്ഷെ അവയെ ഇങ്ങനെ പഠിച്ച് മാറുക എന്നുള്ളത് മാത്രമേ നടക്കൂ. എക്സാം ഹാളിൽ ഇതിനെ ഓർത്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും.
ഓക്കെ, അപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ മിസ്റ്റേക്കാണ്. ആ മിസ്റ്റേക്ക് ഒരിക്കലും വരുത്തരുത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലേൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം. മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണ് എക്സാമിന് പഠിക്കുന്നുണ്ട്, റിവിഷനും ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ വീട്ടില് പ്രാക്ടീസ് നടത്തുന്നില്ല. 100 ചോദ്യങ്ങൾ കൃത്യമായ സമയത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഭയത്തിലേക്ക്, അതായത് നമ്മൾ ഒരു ടൈം പീരീഡിൽ നമുക്ക് സ്കോർ ചെയ്യേണ്ട മാർക്ക് ചിലപ്പോൾ എന്താണ് അതിലേറെ ആയിരിക്കാം. ആ ചോദ്യങ്ങൾ മൊത്തവും വായിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ ഉത്തരങ്ങൾ എഴുതാൻ പറ്റൂ. ആ വായിച്ചു തീരാനുള്ള സമയം പോലും പലർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ശീലിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങളിൽ സ്റ്റക്കായി പോകുന്നത്. അല്ലെങ്കിൽ കൃത്യമായി ഈ ഒരു എന്താണ് മാത്സ് ചെയ്യാനായിട്ട് ഇത്രയും സമയം ഞാൻ എടുക്കും, അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ആദ്യ സമയങ്ങളിൽ നമുക്ക് എന്താ കൂടുതൽ നേരം എടുക്കുന്നതാണെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ടുള്ള പ്രാക്ടീസിന് ശേഷം എന്താ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും. കറക്റ്റ് ടൈം പീരീഡിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് മാറാനായിട്ട് പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ നമ്മൾ ഒരുപാട് കണ്ടന്റ് പഠിക്കുന്നുണ്ട്, തിയറീസ് എല്ലാം ഇങ്ങനെ പഠിക്കുന്നുണ്ട്, നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നില്ല, മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ അത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുമെന്നുകൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. ആൻഡ് ദെൻ ടൈം മാനേജ്മെന്റ് പ്രോബ്ലം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യം പോലും സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് വായിക്കാൻ അവസരം കിട്ടാതിരിക്കോ ആ ഉത്തരം എഴുതാൻ പറ്റാതിരിക്കോ ചെയ്യുന്നത് വളരെ സങ്കടകരമാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്ത് നോക്കി നമ്മുടെ ടൈം ഇംപ്രൂവ് ചെയ്യുക. നമുക്ക് വേഗത്തിൽ ഓരോ ചോദ്യത്തിനെയും കവർ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുക കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യണം. വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ആൻഡ് ദെൻ അതുപോലെ തന്നെ ആ ഒരു പ്രാക്ടീസ് പേപ്പർ ആയിട്ട് നമുക്ക് ആരെ ഉപയോഗിക്കാവുന്നതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതും വളരെ നല്ലൊരു ഐഡിയ ആണ്. അതാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് എന്ന് അറിയാൻ പറ്റും. ആ പാറ്റേണിലൂടെ ഓരോ ചോദ്യത്തിന്റെയും സബ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിക്കുക. ആൻഡ് ദെൻ നാലാമത്തെ കാര്യം, ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നാലാമത്തെ കാര്യം. നോക്കിക്കേ, മൊബൈൽ ഡിസ്ട്രാക്ഷൻ ആണ്. നമ്മൾ പലപ്പോഴും എന്താണ് നമ്മൾ ഫോൺ കയ്യിലേക്ക് എടുക്കുന്നത് എന്തിനാണ് എന്ന് മറന്നുപോയി റീലിലേക്ക് പോകുന്നവരാണ് പലരും എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പലപ്പോഴും പല റീൽസിലും കാണുന്നതാണ്. എന്താണ് ഗ്യാസ് ബുക്ക് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലേക്ക് ബുക്ക് ചെയ്യാനായിക്കോട്ടെ, ആംബുലൻസ് വിളിക്കാനായിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ ഫോൺ എടുത്തതിന് ശേഷം എന്താണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു റീൽസിലേക്ക്, ഒരു എന്റർടൈൻമെന്റ് പർപ്പസിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആദ്യത്തെ 5 മിനിറ്റിലായിരിക്കും നമ്മൾ തുടങ്ങുക. നമ്മളിപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് നമുക്ക് PSC പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഫോണിലേക്ക് നോക്കാം എന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരു 1-1.5 മണിക്കൂർ പോയി നന്നരെ വിചാരിക്കുക. നമുക്ക് എന്താണ് ആ ഒരു 5 മിനിറ്റിൽ ആ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോൺ എടുത്തെങ്കിൽ അത് അവസാനിപ്പിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പരമാവധി നമ്മൾ ചെയ്യാന്നുള്ളത് എന്താണ്, ഈ ഫോണിനെ തന്നെ എന്ത് ചെയ്യുക, പരമാവധി ഒഴിവാക്കുക. കോൾ ചെയ്യാനായിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ ആശയവിനിമയം നടത്താൻ എന്ന പർപ്പസിലേക്ക് മാത്രം മൊബൈൽ ഫോണിലെ ഒതുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാത്ത പക്ഷം എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കാണ് നമ്മൾ കയറുന്നത് എങ്കിൽ പിന്നീട് നമ്മൾ എന്താ സ്ക്രോൾ ചെയ്യുന്നത് മണിക്കൂറുകളായി പോകുന്നത് നമ്മൾ അറിയുക പോലും ഇല്ല. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കയറുകയാണെങ്കിൽ 2 മണിക്കൂറെങ്കിലും പോകുന്നു. ഇത് നമ്മുടെ ടൈം എന്താണ് നമ്മുടെ ഷെഡ്യൂളിനെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഓൾറെഡി ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ടൈം ടേബിൾ മൊത്തം ഒരു പാളിച്ചയായിട്ട് പോകാനായിട്ട് ഇടവരും. സോ അത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് പരമാവധി ഫോൺ സൈലന്റ് ആക്കി വെക്കുക, അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ മോഡിലേക്ക് മാറ്റിയിടുക. ഓക്കെ, കോളുകളിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകളിലൂടെയോ മെസ്സേജുകളിലൂടെയോ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമുക്ക് നോക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി അത് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു പഠന സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കി നിർത്താനായിട്ട് ശ്രമിക്കുക. ആദ്യ ഒരാഴ്ചയിൽ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. പിന്നീട് എന്താ അത് നമ്മുടെ പാറ്റേൺ ആയിക്കോളും. കുഴപ്പമില്ല, ഫോണില്ലേലും ഞാനൊരു 3 മണിക്കൂർ 4 മണിക്കൂർ പഠിക്കുന്ന ഇടവേളയിൽ ആ ഒരു സമയത്ത് എനിക്ക് ആരോടും സംസാരിക്കാനില്ല, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഉപയോഗിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്കുക.
അല്ലാത്ത പക്ഷം നമ്മുടെ ടൈം എന്താണ് ഇത് കാർന്ന് തിന്നും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ ഒരു പിടിയിലങ്ങ് പെട്ടുപോകും. എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാതെ ആ ഒരു റീൽസ് സ്ക്രോൾ ചെയ്യുന്നതിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകും. അങ്ങനെ ചെയ്യരുത്. അത് നമ്മളുടെ ആഗ്രഹം ഒരു PSC യോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ എത്തപ്പെടുക, ജോയിൻ ചെയ്യുക, ജോലി ലഭിക്കുക എന്നുള്ളതാണെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മളെ കയറിയിട്ട് പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൂടി മനസ്സിലാക്കുക. ആൻഡ് ദെൻ ഇൻ കേസ് നിങ്ങൾക്ക് ഈ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുവിധം ആപ്പുകളെല്ലാം എന്ത് ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് പഠനത്തിന് മാർഗമായി ഇല്ലാത്ത നമ്മൾ ജസ്റ്റ് ഓൺലി എന്റർടൈൻമെന്റ് പർപ്പസ് എന്ന രീതിയിൽ കണക്കാക്കുന്ന ആപ്പുകൾ നിങ്ങൾക്കുണ്ട്. ഒരുപാട് ഗെയിമിംഗ് ആപ്പുകൾ ഉണ്ട് അല്ലെ, അത്തരത്തിലൊക്കെയുള്ള ആപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്യുക. ജോലി കിട്ടട്ടെ, റാങ്ക് ലിസ്റ്റിൽ വരട്ടെ, അന്നേരം നിങ്ങൾ ചെയ്തോളൂ. ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റിലൊക്കെ മുഴുകുകയോ ചെയ്തോളൂ. പക്ഷെ അതുവരെയുള്ള നാളുകളിൽ ഒഴിവാക്കേണ്ടതിനെ എല്ലാം ഒഴിവാക്കുക തന്നെ വേണം. ഇതിനു വേണ്ടിയിട്ടാ നമുക്ക് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്തതിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇത്തരത്തില് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ടൈം മാനേജ് ചെയ്ത് അല്ലെ, ടൈം പീരീഡ് കറക്റ്റ് സെറ്റ് ചെയ്ത് പ്ലാൻഡ് ആയിട്ട് ഒരു കറക്റ്റ് സിസ്റ്റമാറ്റിക് വേയിൽ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഡിസ്ട്രാക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ചോയ്സ് ആണ് AZB അക്കാഡമി നൽകുന്നത്. നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമുക്ക് അടുത്ത LDC ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരും. അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഒരു മോഹമാണ് ഏതെന്ന് പറയുന്നത് അടുത്ത വർഷം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന LDC സ്വന്തമാക്കണം എന്നുള്ളത്. അപ്പൊ അതിനുള്ളൊരു ബെസ്റ്റ് അവസരമാണ്, ഒരു നല്ല അവസരം തന്നെയാണ് എന്ന് പറയുന്നത് 2027 വരാൻ പോകുന്ന നമ്മുടെ LDC എന്ന് പറയുന്നത്. സോ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരും. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാൻ ഇരിക്കരുത്. മറ്റുള്ളവർക്ക് മുമ്പേ, ഒരു പടി മുമ്പേ നമ്മൾ തുടങ്ങിയാലേ നമുക്ക് നമുക്ക് ആ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴും ഒരു പടി മുമ്പേ നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഇത്തരത്തിൽ നന്നായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഒരു ടൈം ടേബിളിനോട് കൂടി ഒരു മെന്റൽ സപ്പോർട്ടോട് കൂടി പഠിക്കാനാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ആൻഡ് ദെൻ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ അറിയാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ PSC പരീക്ഷകളിൽ പഠിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത 5ാമത്തെ കാര്യം, ഈ ഒരു മിസ്റ്റേക്ക് കൂടി നിങ്ങൾ വരുത്തരുത്. ദ 5th വൺ കൺസിസ്റ്റൻസി ആണ്. അതായത് നിങ്ങൾ ഇന്നിപ്പോ ഞാൻ ഇന്ന് 4 മണിക്കൂർ പഠിച്ചു, അല്ലെങ്കിൽ 2 ദിവസം ഞാൻ അടുപ്പിച്ച് PSC പഠിച്ചു, എന്നിട്ട് ഒരു 3 ദിവസം നിങ്ങൾ ബ്രേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഒരു ദിവസത്തെ കാര്യം തന്നെ എടുക്കാം. ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ പഠിക്കാനിരുന്നു, ഞാൻ രാവിലെ മുതൽ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് ഉറപ്പായിട്ടും ജോലി വേണം, ഞാൻ നന്നായിട്ട് പഠിക്കും, ഞാൻ രാവിലെ മുതൽ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ പഠിക്കാനിരുന്നു. ഓക്കെ, ആ ഒരു ദിവസം കംപ്ലീറ്റ് ആയി. പിറ്റേ ദിവസം ഞാൻ കരുതാണ് ഇന്നലെ നന്നായിട്ട് പഠിച്ചില്ലേ, ഇനി ഒരു ദിവസം ഇന്ന് ഒരു കാര്യം ചെയ്യാം, ഇന്നൊരു മൂവിക്കൊക്കെ പോയി, ഒന്ന് ബീച്ചിലൊക്കെ പോയി, ഒന്ന് ഫ്രണ്ട്സുമായിട്ട് ഒന്ന് കറങ്ങാനൊക്കെ പോകാം എന്ന് കരുതുന്നിടത്ത് നിങ്ങൾക്ക് PSC അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസും നേടിയെടുക്കാൻ കഴിയുകയില്ല. നമ്മൾക്ക് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ജോലിയിലേക്ക് കയറാനായിട്ട് പറ്റും. ഇന്ന് തുടങ്ങിയത് എന്താണോ അതിൽ ഒരു പടി താഴാതെ പഠിച്ച് മാറുക എന്നുള്ളതാണ്. എക്സാം വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നിപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ആ സ്റ്റാർട്ട് ചെയ്ത 3 മണിക്കൂറാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ 3 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം വരെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ആ 3 മണിക്കൂറിൽ 5 മിനിറ്റ് എങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല. ഓക്കെ, അപ്പൊ ബ്രേക്ക് എടുക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മളുടെ എൻജോയ്മെന്റ്, നിങ്ങൾ ഈ എക്സാം വരെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സന്തോഷങ്ങൾ നിങ്ങൾക്ക് പുറത്തു പോകുമ്പോഴും കറങ്ങുമ്പോഴും കൂട്ടുകാരുമായിട്ട് സമയം ചെലവാക്കുമ്പോഴും ഒക്കെയാണ് സന്തോഷം തരുന്നതെങ്കിൽ ആ സന്തോഷത്തെ നിങ്ങൾ ഒരു 1.5 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്കൊക്കെ നിങ്ങളൊന്ന് മാറ്റിവെക്കുക, ജോലി കിട്ടുന്നവരൊന്ന് മാറ്റിവെക്കുക. അപ്പോ അതിനുശേഷം ജോലി കിട്ടിയതിനു ശേഷം നീണ്ടു കിടക്കുന്ന നമുക്ക് മുമ്പിൽ നീണ്ടു കിടക്കുന്ന വർഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും. കൂട്ടുകാരോടൊത്ത് അഭിമാനത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, സന്തോഷിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഒരു കാരണവശാലും
എന്ത് ചെയ്യരുത്, ഇന്ന് നമ്മൾ പഠിച്ച ആ ഒരു പാറ്റേണിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരരുത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഇന്ന് 1 മണിക്കൂറേ പഠിക്കുന്നുണ്ടെങ്കിലും അത് ഓക്കെയാണ്. ആ 1 മണിക്കൂറിൽ താഴെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് പരാജയപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. ഒരു സ്റ്റെപ്പെങ്കിലും താഴെ പോയി കഴിഞ്ഞാൽ കേട്ടോ. അതുപോലെ തന്നെ മോട്ടിവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി. ഇപ്പം മിസ് ഇതൊക്കെ പറഞ്ഞു, ഓക്കെ, ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ ഇന്ന് മുതൽ പഠിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഈ കരുതൽ എല്ലാ ദിവസത്തേക്കും ഉള്ളതാണെങ്കിൽ ഓക്കെയാണ്. അതർവൈസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു, കേട്ടു, ആവേശം കൊണ്ടു, ഇന്ന് പഠിക്കുന്നു, അവിടെ അവസാനിക്കരുത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, നമ്മളുടെ പഠനം, നമ്മളുടെ ആവേശം നമുക്ക് ജോലി കിട്ടുന്നത് വരെ ആയിരിക്കണം. ആവേശത്തെ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അവസാനിപ്പിക്കരുത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ഫിക്സഡ് ആയിട്ട് ഒരു ഡെയിലി റുട്ടീൻ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ മിനിമം ഒരു 3 മുതൽ 5 മണിക്കൂറെങ്കിലും നന്നായിട്ട് തന്നെ പഠിക്കുക. ആ ഒരു പഠിക്കുന്നതിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ഇന്ന് 3 മുതൽ 5 മണിക്കൂർ പഠിച്ചു, നാളെ ഒരു ബ്രേക്ക് എടുക്കാം എന്ന് കരുതരുത്. ബ്രേക്ക് എടുക്കല് നമ്മൾ അവസാനിപ്പിക്കുക. ഓക്കെ, ഈ 5 മണിക്കൂർ പഠിക്കുന്നതിന്റെ ഇടവേളകളിൽ നമ്മൾ എന്താണ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയോ അല്ലെ 5 മിനിറ്റ് ഒരു കോഫി കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നതാവാം. അതല്ല പറഞ്ഞത്. ഇന്ന് പഠിച്ചു, നാളെ ഒരു ദിവസത്തേക്കൊന്നും ബ്രേക്കിലേക്ക് പോകരുത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, നിങ്ങൾ ഈ 5 തെറ്റുകൾ നിങ്ങളുടെ ഒരു ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ PSC ആണ് നിങ്ങളുടെ മോഹം. ഈ 5 തെറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കുക. ഈ 5 തെറ്റുകളെയും ഒരു കാരണവശാലും ആവർത്തിക്കരുത്. നന്നായി തന്നെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. നമ്മൾ ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്ക് എന്താ നല്ല സന്തോഷത്തോടു കൂടി, നല്ല അഭിമാനത്തോടു കൂടി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റ് ആണല്ലേ, നമുക്ക് എന്താ വളരെ അഭിമാനത്തോടു കൂടി തന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ നിൽക്കാനായിട്ട് പറ്റും. സോ എല്ലാവർക്കും അതിനുള്ള അവസരം എന്താണ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.